+1 കമ്പ്യൂട്ടർ സയൻസ് രണ്ടാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ വിശദമായി നമ്പർ സിസ്റ്റംസ് എന്താണെന്നും എങ്ങനെയാണ് നമ്പേഴ്സ് ഇവോൾവ് ചെയ്തതെന്നും ഹിസ്റ്ററി ഒക്കെ കണ്ടു. പലതരം നമ്പർ സിസ്റ്റംസ് പരിചയപ്പെട്ടു. ഡെസിമല്, ബൈനറി, ഒക്ടാൽ, ഹെക്സാഡെസിമൽ, പലതരം നമ്പർ സിസ്റ്റംസ് നമ്മൾ കണ്ടു. ഓരോ നമ്പർ സിസ്റ്റത്തിലും ഉള്ള ബേസ് സിംബൽസ് വ്യത്യാസം ഉണ്ടായിരുന്നു. ബേസ് സിംബൽസിന്റെ എണ്ണത്തിനനുസരിച്ചാണ് അതിന്റെ റാഡിക്സ് എന്ന് പറയാം. നമ്പർ ഓഫ് ബേസ് സിംബൽസ്, അതാണ് ആ നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ്. ഇനി നമ്പർ സിസ്റ്റം തന്നെ പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് മനസ്സിലാക്കി. കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട എല്ലാം പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണ്. കാരണം ആ നമ്പർ സിസ്റ്റത്തിലെ ഓരോ നമ്പറിനും, ഇപ്പൊ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് വിചാരിച്ചോ, അതിലെ 123-ലെ 3ന്റെ പൊസിഷൻ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ആണ്. ഏറ്റവും വലതുവശത്താണ്, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ആണ്. അതിന്റെ പൊസിഷണൽ വാല്യൂ 10⁻�0 ആണ്. കാരണം റാഡിക്സ് 10 ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ. അത് കാരണം പൊസിഷണൽ വാല്യൂ 10ന്റെ പവേഴ്സിലാണ് പോവുക, ഇൻക്രീസ് ചെയ്യുക. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 10ന്റെ പവേഴ്സിലാണ് പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിൽ. ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ പവർ വാല്യൂ ഇൻക്രീസ് ചെയ്യുക, പൊസിഷണൽ വാല്യൂ. അപ്പൊ 123-ല് 3ന്റെ വാല്യൂ 10⁻�0 ആണ് ആ പൊസിഷനിലുള്ള വില. 2ന്റെ വില 10⁻1 ആണ്. അതായത് 2 × 10⁻1 എന്നുള്ള രീതിയിലാണ് 2ന്റെ വില. അതാണ് 20. 1 2 3 എന്ന നമ്പറിൽ 1ന്റെ വില പൊസിഷൻ 3-മതാ കിടക്കണം. അതായത് 0-ല് തുടങ്ങിയ പവർ കാരണം 0 1 2 10⁻2 എന്ന പൊസിഷണൽ വാല്യൂ ആണ്. അപ്പൊ 10⁻2 എന്ന് വെച്ചാൽ 100 ആണ്. ഇൻറ്റു 1 100 തന്നെ. അപ്പൊ ടോട്ടൽ ആ നമ്പറിന്റെ വാല്യൂ എന്നാൽ 100 + 20 + 3 എത്ര? 123. ഇതേപോലെയാണ് ഡെസിമൽ പാർട്ടിന് ശേഷമുള്ളതും. ഇതേപോലെ പൊസിഷൻ അനുസരിച്ച് ബേസിന്റെ പവറിലാണ് പൊസിഷണൽ വാല്യൂ റൈറ്റ് മോസ്റ്റ് സൈഡിലേക്ക്. ഫ്രാക്ഷണൽ പാർട്ടിനും ഇൻക്രീസ് ചെയ്ത് പോവുക. 0 1 2 3 എന്ന രീതിയിൽ ഈ സൈഡിലേക്ക് ഡെസിമൽ അല്ലാത്ത ഭാഗത്ത് പോയെങ്കിൽ ഡെസിമലിന്റെ സൈഡിലേക്ക് പോകുമ്പോൾ ഇനി ബാലൻസ് ഉള്ള പവർ -1 -2 -3 എന്ന രീതിയിലാണ് ഫ്രാക്ഷണൽ പാർട്ടില് പൊസിഷണൽ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. പൊസിഷൻ അനുസരിച്ച് വാല്യൂ വ്യത്യാസം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ പൊസിഷൻ വാല്യൂസ് 10⁻⁴ ആണെങ്കിൽ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ പൊസിഷൻ വാല്യൂസ് ഇൻക്രീസ് ചെയ്യുക. അപ്പൊ എന്തിന്റെ ബേസിലാവും? 10ന്റെ ബേസിലാവില്ല. പകരം ബൈനറിയിലെ ബേസ് 2 ആണ്, 2ന്റെ പവറിലായിരിക്കും. ഇതേ പരിപാടി തന്നെ ബൈനറി നമ്പേഴ്സ് മാത്രമുള്ള ബൈനറി നമ്പർ സിസ്റ്റം ആകുമ്പോൾ 2ന്റെ പവറിലാകുമ്പോൾ 2⁻0 2⁻1 2⁻2 എന്നാണ് ഹോൾ നമ്പർ പാർട്ടില് പൊസിഷൻ വാല്യൂസ് ഇൻക്രീസ് ചെയ്യുക. ഫ്രാക്ഷണൽ പാർട്ടില് 2⁻1 2⁻2 എന്ന രീതിയിലാണ്. കാരണം ബേസ് ആണല്ലോ പവർ ഏതാണെന്ന് നിശ്ചയിക്കുന്നത്. എന്തിന്റെ പവറാണ്? ബേസ് റേസ് 2 ആണല്ലോ. ഇതേപോലെ ഒക്ടാൽ നമ്പർ സിസ്റ്റത്തിലാണെങ്കിൽ 8ന്റെ പവറുകളായിരിക്കും പൊസിഷണൽ വാല്യൂസ്. 8⁻0 8⁻1 8⁻2 എന്ന് ഇടത്തോട്ടും 8⁻1 8⁻2 8⁻3 എന്നുള്ള രീതിയിൽ വലത്തോട്ടും ഇൻക്രീസ് ചെയ്യും പൊസിഷണൽ വാല്യൂസ്. ഹെക്സാഡെസിമൽ ആകുമ്പോഴോ, ഹെക്സാഡെസിമലിന്റെ ബേസ് എത്രയാ? 16 ആണ്. അപ്പൊ ഹെക്സാഡെസിമൽ നമ്പറിന്റെ പൊസിഷണൽ വാല്യൂസ് എങ്ങനെയാ പോവുക? 16⁻0 16⁻1 16⁻2 എന്ന രീതിയിൽ ഇടത്തോട്ടും 16⁻1 16⁻2 എന്ന രീതിയിൽ വലത്തോട്ടും ഇൻക്രീസ് ആവും. പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണ് ഈ പറഞ്ഞ 4 എണ്ണം. ഡെസിമലും ഹെക്സാഡെസിമലും ബൈനറിയും ഒക്ടാലും ഒക്കെ. ഇങ്ങനെ ഈ പൊസിഷൻ വാല്യൂ വെച്ചിട്ട് എഴുതുമ്പോൾ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ നമ്പേഴ്സിന്റെ ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് വേറെ നമ്പർ സിസ്റ്റത്തേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം 1 തൊട്ട് 0 തൊട്ട് 61 വരെ 60 വരെ 61 എണ്ണം എഴുതിയിട്ടുണ്ടാവും ടാബുലർ ഫോമില്. ഉത്തരം ഇങ്ങനെ കിട്ടും. 4 നമ്പർ സിസ്റ്റത്തിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലിമെന്റ്സ് ഏതാണെന്ന് നോക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ റോൾ നമ്പർ അനുസരിച്ച്. അതനുസരിച്ച് നിങ്ങൾ എഴുതിയ ടേബിളിൽ നോക്കിയാൽ ഓരോ നമ്പറിന് ഇക്വലന്റ് ആയിട്ട് വേറെ നമ്പർ സിസ്റ്റത്തിൽ എത്രയെന്ന് മനസ്സിലാവും. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം
ബേസ് കൂടി വരും തോറും, ബേസ് 16 ആണെങ്കിൽ, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ അവിടെ സംഖ്യ കാണുമ്പോൾ ചെറുതാണെങ്കിലും അതിന്റെ വാല്യൂ കൂടുതലാണ്. നോക്കിക്കോ, അപ്പൊ അതിൽ നോക്കിയാൽ കാണാം 15 എന്ന് വെച്ചാൽ എഫ് എന്നാണ് എഴുതുക, 16 10 ആണ്. പക്ഷെ ഡെസിമലിലെ 10ന്റെ വിലയല്ല ഹെക്സാഡെസിമലിലുള്ള 10 കാരണം അതിൽ ബേസ് 16 ആണ്. 16 എലിമെന്റ് കഴിയുമ്പോഴേ കോമ്പിനേഷൻ തുടങ്ങുള്ളൂ. ഇങ്ങനെ ഓരോ നമ്പർ സിസ്റ്റത്തിലും, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 10th പൊസിഷനിലാണ്, 0 തൊട്ട് തുടങ്ങുമ്പോൾ 11th. ഒക്ടാൽ നമ്പർ സിസ്റ്റത്തിൽ 10 ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കിടക്കണേ? 8 എന്ന നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. കണ്ടില്ലേ? അതേപോലെ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 10 കിടക്കുന്നത് 0 1 കഴിഞ്ഞ 2ന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ചുരുക്കം പറഞ്ഞാൽ ഒരേ സിമ്പൽ പല നമ്പർ സിസ്റ്റത്തിലാവുമ്പോൾ അതിന്റെ വാല്യൂ വ്യത്യാസമുണ്ട്. കാരണം അതിൽ യൂസ് ചെയ്ത ബേസ് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത ടാസ്ക് എന്താ വെച്ചാൽ, ഒരു നമ്പർ സിസ്റ്റത്തിലത്തെ പല നമ്പർ സിസ്റ്റങ്ങളിലെ സംഖ്യകൾ ഒരുമിച്ച് തന്നാൽ ഇതിൽ വലുത് ഏത് ചെറുത് ഏത് എന്നൊക്കെ കണ്ടുപിടിക്കണം. വാല്യൂ അനുസരിച്ച് വലിയ സംഖ്യകളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ടേബിൾ എഴുതി നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് നമ്മൾ വേറെ ചില റൂൾസ് യൂസ് ചെയ്യും, ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് വേറൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്. അത് പഠിക്കലാണ് ഇനി. അപ്പൊ നമ്മൾ ഇനി കൺവെർഷൻസ് പഠിക്കാൻ പോവുകയാണ്. ഏത് നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഏത് നമ്പർ സിസ്റ്റത്തിലേക്കും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. ഇപ്പൊ അറിയാലോ, 4 നമ്പർ സിസ്റ്റം ഉണ്ട്. ഏതൊക്കെയാ? ഡെസിമൽ, ബൈനറി, ഒക്ടാൽ, ഹെക്സാഡെസിമൽ. ഇത് ഏത് സിസ്റ്റത്തിൽ നിന്ന് ഏതിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റണം. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് 16 തരം കൺവെർഷൻസിൽ 4 ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്ത് പഠിക്കേണ്ടി വരും. പേടിക്കാനൊന്നുമില്ല, ഒരേ പാറ്റേൺ ആണ്. ഇപ്പൊ ഒരു ടേബിൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ, ആ ടേബിളിലെ ഓരോ കോളങ്ങൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഈ എല്ലാ കൺവെർഷൻസിനുള്ള റൂൾസ് നമ്മൾ പഠിച്ചു കഴിയും. അത് നമുക്ക് ഓരോ തരം കൺവെർഷൻസ് കണ്ട് പഠിക്കാം. പഠിച്ചു കഴിയുമ്പോൾ തന്നെ ആ റൂൾ അവിടെ ഫില്ല് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് തൊട്ട് ക്ലാസ് കേൾക്കുമ്പോൾ പേന, പേപ്പർ, കാൽക്കുലേറ്റർ വേണം. നമുക്ക് ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസിൽ സയന്റിഫിക് കാൽക്കുലേറ്റർ പ്രോഗ്രാമബിൾ അല്ലാത്തത് യൂസ് ചെയ്യാം. ഇപ്പൊ കാസിയോന്റെ ഒക്കെ ആണെങ്കിൽ FX82, 100 ഈ സീരീസ് ഒക്കെ യൂസ് ചെയ്യാം. ഇക്വേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന തരമൊന്നും വാങ്ങരുത് കേട്ടോ. FX82 MS ഞാൻ കാസിയോന്റെ മോഡലോ അല്ലെങ്കിൽ പ്രൊമോട്ടറോ ഒന്നല്ല കേട്ടോ, കേട്ടിട്ടുള്ളൊരു മോഡൽ പറഞ്ഞു മാത്രം. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെയും വാങ്ങാം. പ്രോഗ്രാമബിൾ കാൽക്കുലേറ്റർ ആവരുത്. അത് ലാബ് എക്സാമിനും കയറാൻ പറ്റില്ല, തിയറി പരീക്ഷയ്ക്കും കയറ്റാൻ പറ്റില്ല ഹോളിൽ. അപ്പോൾ സാധാരണ പിള്ളേർ വാങ്ങുന്നതാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാണ്ട് എനിക്ക് ഇതിൽ നിന്ന് കമ്മീഷനും ഇല്ല, ഒന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം എന്ന് മാത്രം. FX82 MS, FX100 MS ഈ സീരീസുകളൊക്കെ നമ്മുടെ റൂൾ അനുസരിച്ച് ഉള്ളിൽ നിൽക്കുന്നതാണ് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് ചെയ്യാം. ശ്രദ്ധിക്കുക, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ പ്രസ് ചെയ്യുമ്പോൾ കീ പ്രസ് ആയില്ലേ എന്ന് ഉറപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് ആവില്ലേ കിട്ടും. നിങ്ങൾ അത് എഴുതിയും വയ്ക്കും, ഉത്തരം തെറ്റിയും പോകും. ബേസിക് മാത്സ് നമ്മൾ ഫസ്റ്റ് ഡേ എടുത്ത പരീക്ഷയുടെ റിസൾട്ട് അനുസരിച്ച് ഇപ്പോൾ ചിലർക്ക് എളുപ്പമുണ്ടാവും, ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം x⁻y ആ രീതിയിലുള്ള ഇക്വേഷൻസ്, അതായത് 2ന്റെ പവർ, 8ന്റെ പവർ, 16ന്റെ പവർ, 10ന്റെ പവർ, ഇതൊക്കെ യൂസ് ചെയ്യേണ്ടി വരും കേട്ടല്ലോ. അപ്പൊ അത് കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്യാം. വഴിയെ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ പഠിക്കാം. അപ്പൊ ശരി, ആദ്യത്തെ കൺവെർഷൻ നമുക്ക് തുടങ്ങാം. എല്ലാ നമ്പർ സിസ്റ്റത്തിൽ നിന്നും ഡെസിമലിലേക്ക് ആക്കലാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിലാദ്യം ബൈനറി നമ്പറിനെ എങ്ങനെ ഡെസിമൽ ആക്കാം എന്ന് പഠിക്കാം. ക്ലിയർ അല്ലേ? എക്സാമ്പിൾ വഴി തന്നെ പഠിക്കാം. എക്സാമ്പിൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടി കഴിയുമ്പോൾ റൂൾ എന്തെന്ന് തന്നെ മനസ്സിലായി വരും കേട്ടോ. സാമ്പിൾ, ബൈനറി നമ്പർ 1101നെ എങ്ങനെ ഡെസിമലിലേക്ക് ആക്കാം എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ. ഈ ഒരു ഒറ്റ എക്സാമ്പിൾ കണ്ടാൽ തന്നെ വഴി മനസ്സിലാവും. കാരണം നമ്മൾ കാണാപ്പടം പഠിക്കുകയല്ല ചെയ്യണേ, സ്ക്രീനിൽ വരണത് നോക്കി പഠിക്കുക. കാരണം ആ ചെയ്യുന്ന രീതി അറിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ബാക്കി ഏതും ഇതേപോലെ സോൾവ് ചെയ്യാം കേട്ടോ. ചെയ്തു വരുന്ന രീതി നോക്കണം. ബോർഡുമേയാണ് ഞാൻ എഴുതാറുള്ളത്, നിവൃത്തിയിൽ ഇതിപ്പോൾ ഇങ്ങനെയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വരുന്ന രീതി ഓർത്ത് വെക്കുക, അതനുസരിച്ച് റൂള് നമ്മൾ ഫോം ചെയ്യും, അതിനനുസരിച്ച് നമ്മൾ ചെയ്തു പഠിക്കും കേട്ടോ. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം എന്ന് മറക്കണ്ട. ശരി,
അപ്പോൾ 1101 ആണ് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. 1101 നമ്മൾ എഴുതുമ്പോൾ MSB തൊട്ട് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് തൊട്ട് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് വരെ ഇങ്ങനെ എഴുതും. കണ്ടല്ലോ, 1101. ഇനി എന്ത് ചെയ്യുന്നറിയോ, നോക്കിയിരുന്നോട്ടോ. മുകളിലൊരു 0 എഴുതി, പിന്നെ ഒരു 1 എഴുതി, പിന്നെ ഒരു 2 എഴുതി, പിന്നെ ദാ ഒരു 3 എഴുതി. കണ്ടില്ലേ? പിന്നെ കുറച്ച് എക്സിട്ര ഇട്ടു. കണ്ടല്ലോ, ഇത് ഈ ഓർഡറിൽ തന്നെ എഴുതി പോകണം. അതായത് 0, 1, 2, 3 എന്ന് വലതുവശത്തുനിന്ന് ഇടതുവശത്തേക്ക്. ആ ആരോ മാർക്ക് അതാണ് സൂചിപ്പിക്കണേ, മഞ്ഞ കളർ ആരോ മാർക്ക്. വലതുവശത്തുനിന്ന് ഇടതുവശത്തേക്ക് LSB തൊട്ട് MSB വരെയുള്ള പൊസിഷനിലേക്ക് എത്ര എണ്ണം എഴുതണം? എത്ര ബൈനറി ഡിജിറ്റ് ഉണ്ടോ അത്രയും എണ്ണമാണ് മുകളിൽ എഴുതേണ്ടത്. ഇതെന്തിനാ? വഴിയെ മനസ്സിലാവും. ഇത് ഒരു സൂത്രപ്പണിയാണ്, എളുപ്പത്തെ പഠിക്കാനുള്ള സൂത്രപ്പണിയാണ്. നോക്കിയിരുന്നു കേട്ടോ. ആ 0, 1, 2, 3 എന്തായി മാറുന്നുണ്ട് നോക്കിക്കോ. എന്തായി? 2:0, 2:1, 2:2, 2:3. കണ്ടില്ലേ? ഇപ്പൊ 2:0, 2:1, 2:2, 2:3 എന്നായി മാറിയിട്ടുണ്ട് മുകളിൽ. കണ്ടല്ലോ. ഇനി താഴെ ഇൻറ്റു ഇതെന്തപ്പത്? ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യും നോക്കാം. ഇപ്പൊ അവിടെ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഏതാ? 2:0 × 1. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കേട്ടല്ലോ, 2:0 × 1. അത് കഴിഞ്ഞാലോ 2:1 × 0. അതാണ് പിന്നെ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാലോ 2:2 × 1. അത് കഴിഞ്ഞാലോ 2:3 × 1. അപ്പോൾ പവർ ഏതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇട്ട 0, 1, 2, 3. ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യുന്നറിയോ? നോക്കിയിരുന്നോ. ഇപ്പൊ 2 ആരോ വന്നില്ലേ? എന്താ ഉദ്ദേശിച്ചെന്നറിയോ? അത് രണ്ടും കൂടി സം ചെയ്യണം എന്നാണ്. ഏത് രണ്ടും കൂടി? 2:0 × 1 വന്നതും 2:1 × 0 വന്ന ആ റിസൾട്ട് കൂടി സം ചെയ്യണം എന്നാണ് അതിന്റെ മീനിങ്. മനസ്സിലായല്ലോ? ഇതേപോലെ ബാക്കി എല്ലാ എലിമെന്റ്സുകളും എടുത്ത് സം കാണണം. അപ്പൊ നിങ്ങൾക്ക് ഫൈനൽ ഒരു ആൻസർ കിട്ടും. സം ചെയ്തപ്പോൾ ആ സം ചെയ്തപ്പോൾ കിട്ടിയ ഫൈനൽ ആൻസർ ഇല്ലേ, അതാണ് ഈ തന്ന ബൈനറി നമ്പറിന് കറസ്പോണ്ടിങ് ആയ ഡെസിമൽ നമ്പർ. മനസ്സിലായോ? നോക്കാം, ഇതേ വഴിയെ കാണാം. 2:0 എന്ന് വെച്ചാൽ എത്ര? 1. 2:1 എന്ന് വെച്ചാൽ എത്ര? 2. 2:2 എന്ന് വെച്ചാൽ എത്ര? 4. 2:3 എന്ന് വെച്ചാൽ എത്ര? 8. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഏതൊക്കെ തമ്മില? 1 × 1 ചെയ്യണം, 2 × 0 ചെയ്യണം, 4 × 1 ചെയ്യണം, 8 × 1 ചെയ്യണം. കണ്ടില്ലേ? ഈ കിട്ടിയ പ്രോഡക്റ്റുകൾ എടുത്തിട്ടാണ് നമ്മൾ സം ചെയ്യേണ്ടത്. മനസ്സിലായോ? ഫൈനൽ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായി മാറിയപ്പോ 1 ആയി. ആദ്യത്തെ സം കണ്ടപ്പോ 1 ആയി, പിന്നത്തെ സം കണ്ടപ്പോ 0 ആയി, പിന്നത്തെ സം കണ്ടപ്പോ 4 ആയി, പിന്നത്തെ സം കണ്ടപ്പോ 8 ആയി. ഇത്രയും സാധനങ്ങളാണ് സം ചെയ്യേണ്ടത്. കണ്ടില്ലേ? ആ പ്രോഡക്ട്സ് എടുത്തപ്പോൾ വന്ന സംഭവങ്ങളാണ് കണ്ടത്. ഇതൊക്കെയാണ് സം ചെയ്യേണ്ട സംഭവം. അപ്പോൾ 8 + 4 + 0 + 1 ഇതാണ് നമ്മൾ കാണേണ്ടത്. എന്ത് കിട്ടിയപ്പോൾ? 13. കണ്ടല്ലോ. അപ്പോൾ 1101 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ ആണ് ഏത്? 13. മനസ്സിലായോ? ഇത് നമ്മൾ സാധാരണ എഴുതുമ്പോൾ ഇത് ഇങ്ങനെയാണ് എഴുതുക. എല്ലാ സ്റ്റെപ്പും കൂടി ഇപ്പൊ മുകളിൽ ഓരോ പൊസിഷന്റെയും വെയിറ്റ് എഴുതിയിട്ടുണ്ട്. 2:0, 2:1, 2:2, 2:3. താഴെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എഴുതിയിട്ടുണ്ട് 1101. എന്നിട്ട് എന്ത് ചെയ്തു? ഈ കറസ്പോണ്ടിങ് എലിമെന്റ്സ് എടുത്ത് വെയിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് കിട്ടിയ റിസൾട്ടുകൾ എടുത്ത് ആഡ് ചെയ്തു. ആ ആഡ് ചെയ്തപ്പോൾ ഫൈനൽ റിസൾട്ട് കിട്ടി. അതാണ് ഈ ബൈനറി നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്ത് പഠിക്കാൻ എളുപ്പമാണ്. ഇതിൽ പവർ കാണാൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. 2:1, 2:2, 2:3 ഇങ്ങനെയൊക്കെ കാണേണ്ടി വന്നാൽ എന്ത് ചെയ്യണം? കാൽക്കുലേറ്ററിൽ x⁻y എന്ന് പറഞ്ഞിട്ടാവും ചിലരുടെ കാൽക്കുലേറ്ററിലെ ബട്ടൺ. ചിലരുടെ ഇങ്ങനെ V കമ്പത്തിയിട്ട പോലെ ദി ഷേപ്പിൽ ഒരു ബട്ടൺ കാണും. അതാണ് യൂസ് ചെയ്യേണ്ടത്. എങ്ങനെ കേട്ടോ? 2:3 കാണണമെന്ന് വിചാരിച്ചോ, ആദ്യം 2 പ്രസ് ചെയ്യുക, പിന്നെയോ ഈ സിമ്പിൾ പ്രസ് ചെയ്യുക, അത് കഴിഞ്ഞാലോ 3 പ്രസ് ചെയ്യുക. അപ്പോൾ 2:3 കിട്ടും. കേട്ടല്ലോ? സ്റ്റെപ്പ് എഴുതി ചെയ്ത് പഠിക്കുക. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. കാൽക്കുലേറ്ററിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ എക്സ്പ്രഷൻ ടൈപ്പ് ചെയ്താൽ ഉത്തരം കിട്ടേണ്ടതാണ്. എല്ലാ കാൽക്കുലേറ്ററിനും കിട്ടുന്ന ഞാൻ ഗ്യാരണ്ടി പറയില്ല, കിട്ടേണ്ടതാണ്.
കേട്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ ചെയ്ത കേസിൽ എന്താണെന്ന് വെച്ചാൽ 2⁻0 into 1 പ്ലസ് സീറോന്റെ ടേമുകൾ നമുക്ക് ഒഴിവാക്കാം. ആഡ് ചെയ്യുമ്പോൾ 0 ഇൻറ്റു ചെയ്ത 0 തന്നെയാണല്ലോ, അപ്പൊ ആ ടേം തന്നെ നമുക്ക് ഒഴിവാക്കാം. ഇപ്പൊ ഇവിടെ 1101 എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു 2⁻1 ഉണ്ട്, അത് കാണണ്ടാന്ന്. കാരണം 0 ഇൻറ്റു 2⁻1 എന്ന് പറയുമ്പോൾ 2⁻1 കണ്ടിട്ട് അതിനെ 0 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 0 ആയി പോകും. അപ്പൊ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ചെറിയ ബുദ്ധി ഉപയോഗിച്ച കാൽക്കുലേഷനിൽ എറർ കുറയുന്നു കേട്ടോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, 1 ഇൻറ്റു 2⁻0 പ്ലസ് 1 ഇൻറ്റു 2⁻2 പ്ലസ് 1 ഇൻറ്റു 2⁻3 ഇത് കാൽക്കുലേറ്ററിൽ നേരെ ഇതേപോലെ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഈക്വൽസ് ഞെക്കി കഴിഞ്ഞാൽ കറക്റ്റ് 13 എന്ന് കിട്ടും. ആ 13 ആണ് നമ്മുടെ 1101 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ. ഇപ്പൊ നമ്മൾ ഒരു ബൈനറി നമ്പർ എന്തിലേക്ക് മാറ്റി, ഡെസിമലിലേക്ക് മാറ്റി. ഇപ്പൊ ചെയ്തപ്പോൾ ഹോൾ നമ്പർ പാർട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടല്ലോ. തൽക്കാലം ഹോൾ നമ്പർ പാർട്ടുകൾ നമുക്ക് പഠിക്കാം, അത് കഴിഞ്ഞിട്ട് ഫ്രാക്ഷണൽ പാർട്ട് പഠിക്കാം. കാരണം ഹോൾ നമ്പർ പാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്രാക്ഷണൽ പാർട്ട് പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. ശരി, ഇനി ഈ കാണുന്ന ബൈനറി നമ്പേഴ്സിനെയൊക്കെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ലോ മനസ്സിലായില്ലേ, എങ്ങനെ ചെയ്യാന്നുള്ള എക്സാമ്പിൾ കണ്ടല്ലോ. ഇത് ജനറലൈസ് ചെയ്ത് നമുക്കൊരു ലോ ആയിട്ട് എഴുതാം. അതെങ്ങനെ എഴുതും, അത് ഇതിങ്ങനെ എഴുതും. എങ്ങനെ, ഡെസിമൽ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ട ബൈനറി ഏതാണോ അതിനെ B0, B1, B2, B3 എന്ന രീതിയിൽ ബൈനറി നമ്പറുകൾ ജനറലൈസ് ചെയ്യും. അവിടെ 0യോ 1ഓ വരാം, ഏത് വേണമെങ്കിൽ വരാം. 0 അല്ലെങ്കിൽ 1 വരുള്ളൂ, കാരണം അത് ബൈനറിയാണ്. ബൈനറിന്ന് കാണിക്കാനാണ് ആ ബി. നമ്മൾ LSB സൈഡിൽ നിന്ന് MSB സൈഡിലേക്കാണ് എഴുതണേ. LSB തൊട്ട് MSB വരയ്ക്ക് ഈ ബൈനറി നമ്പേഴ്സ് B1, B2, B3, B4 എന്നുള്ള ഓർഡറിൽ അങ്ങോട്ട് എഴുതും. ഇപ്പൊ 1101 ആണെങ്കിൽ അത് ഈ സ്ഥലത്ത് എഴുതും. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ അതേപോലെ എഴുതി വെച്ചാൽ റൂളായി. ഏത്, ഇൻറ്റു 2⁻0 ഇൻറ്റു 2⁻1 ഇൻറ്റു 2⁻2 ഇൻറ്റു 2⁻3 അങ്ങനെ അങ്ങനെ അങ്ങനെ. കൂടുതൽ ടേംസ് ഉണ്ടെങ്കിൽ MSB പിന്നെ ഉണ്ടെങ്കിൽ ടേംസ് ഉണ്ടെങ്കിൽ അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് എലിമെന്റ്സ്, ഈ മൾട്ടിപ്ലൈ ചെയ്ത എലിമെന്റ്സ് തമ്മിൽ കൂട്ടിയാൽ ഫൈനൽ റിസൾട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു കൺവെർഷനെ നമ്മൾ പഠിച്ചുള്ളൂ, ഏതിന്ന് ബൈനറിന്ന് ഡെസിമലിലേക്ക്. ഇപ്പൊ വലിയ പ്രശ്നം വരില്ല. ഇച്ചിരി കഴിയുമ്പോൾ എല്ലാ കൺവെർഷൻസും പഠിച്ചു കഴിയുമ്പോൾ ഏതിന്ന് ഏതിലേക്ക് കൺവെർട്ട് ചെയ്യാൻ ഏത് റൂളാണെന്നൊരു സംശയം വരും. അതില്ലാതിരിക്കാനാണ് നമ്മൾ ഈ ടേബിൾ യൂസ് ചെയ്യുക. ഈ ടേബിളിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. ഈ ടേബിളിൽ ഇടതുവശത്ത് ഫ്രം എന്നും മുകൾ വശത്ത് ടു എന്നും എഴുതിയിട്ടുണ്ട്. ഇടതുവശത്ത് ഡെസിമൽ, ബൈനറി, ഒക്ടാൽ, ഹെക്സാഡെസിമൽ എന്ന് ഹെഡിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്തും ഡെസിമൽ, ബൈനറി, ഒക്ടാൽ, ഹെക്സാഡെസിമൽ എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പൊ ഈ ടേബിളിന്റെ മീനിങ് എന്താ? ഫ്രം ഡെസിമൽ ടു ഡെസിമൽ. അതാണ് ആ റെഡ് കളർ. അതായത് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഡെസിമലിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. അതേപോലെ ഫ്രം ബൈനറി ടു ബൈനറി, ആ കോളം റെഡ് ആണ്. 4 തരം കൺവേർഷൻസ് നമുക്കൊന്നും ചെയ്യാനില്ല. ഡെസിമൽ ടു ഡെസിമൽ ഒന്നും ചെയ്യാനില്ല, ബൈനറി ടു ബൈനറി ഒന്നും ചെയ്യാനില്ല, ഒക്ടാൽ ടു ഒക്ടാൽ നമുക്കൊന്നും ചെയ്യാനില്ല, ഹെക്സാഡെസിമൽ ടു ഹെക്സാഡെസിമൽ നമുക്കൊന്നും ചെയ്യാനില്ല. അത് കാരണം ഈ 4 കോളങ്ങൾ റെഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു കൺവേർഷൻ പഠിച്ചു. ഏതാ? ബൈനറി ടു ഡെസിമൽ. അതിന്റെ റൂളാണ് ഇപ്പൊ ഈ എഴുതി വെച്ചേക്കണത്. ആ റൂളിനെ ഈ കള്ളിയിൽ കൊണ്ട് എഴുതി വെക്കണം. അപ്പൊ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ലാസ്റ്റ് പേജ് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേജ് ഇങ്ങനെ ഒരു ടേബിൾ വരയ്ക്കാൻ വേണ്ടി നീക്കി വെക്കണം. ഫുൾ പേജ് വേണം, കാരണം എല്ലാം എഴുതുമ്പോൾ ഇച്ചിരി വലുതാണ്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ബൈനറി ടു ഡെസിമൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ B1, B2, B3 ഇൻറ്റു 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 പിന്നെ മുകളിൽ 2⁻0, 2⁻1, 2⁻2, 2⁻3 പിന്നെ ഈ ടേമുകളുടെ മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ടുകൾ എടുത്തിട്ട് സം ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ആ കള്ളിയിൽ ഒതുങ്ങണം. ഇത് എഴുതണം, കാരണം ഇത് ഒറ്റ തവണ എഴുതിയാൽ ഇനി ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും. അത് കാരണമാണ് കേട്ടോ. അപ്പോൾ ബൈനറി ടു ഡെസിമൽ ഇതാണ് ലോ. അപ്പൊ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അത് അവിടെ എഴുതി. കണ്ടല്ലോ? ഫ്രാക്ഷണൽ പാർട്ടിന് ഇതേപോലെ നമ്മൾ വേറൊരു ടേബിൾ ഉണ്ടാക്കും. ഇത് ഹോൾ നമ്പർ പാർട്ട് കൺവേർഷന്റെ ടേബിൾ ആണ്. ഫ്രാക്ഷൻ തൽക്കാലം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഹോൾ നമ്പർ പാർട്ട് മുഴുവൻ കഴിഞ്ഞിട്ട് ഫ്രാക്ഷനിലേക്ക് പോകാം. അപ്പോൾ ബൈനറിയിൽ നിന്ന് ഡെസിമൽ ആക്കാൻ നമ്മൾ ചെയ്തത് 2⁻0, 2⁻1, 2⁻2 എന്ന് എഴുതി പോവാണ് ചെയ്തത്. കണ്ടില്ലേ? എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ എടുത്ത് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു, എല്ലാം കൂടി കൂട്ടി. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഒക്ടാൽ
ടു ഡെസിമൽ ആണ്. ഇതേപോലെ എക്സാമ്പിൾ കണ്ടുപഠിക്കാം. റൂള് ഭയങ്കര സിമ്പിളാ, ഒരെണ്ണം പഠിച്ച കാരണം. ബൈനറി ടു ഡെസിമൽ 2⁻0, 2⁻1, 2⁻2 ആയിരുന്നെങ്കിൽ ഒക്ടാൽ ടു ഡെസിമൽ 2ന് പകരം, കാരണം 2 ബൈനറിയുടെ ബേസ് ആയിരുന്നു, ഒക്ടാൽ ടു ഡെസിമൽ എന്ന് പറയുമ്പോൾ ബേസ് എത്ര? 8 ആണ്. കാരണം ഒക്ടാലിന്റെ ബേസ് 8 ആണല്ലോ. അപ്പൊ 8⁻0, 8⁻1, 8⁻2 എന്നുള്ള രീതിയിലാണ് വരിക. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് ഒക്ടാൽ നമ്പർ 236 എങ്ങനെ ഡെസിമലിലേക്ക് ആക്കാം എന്ന് നോക്കി പഠിക്കാം. ഈ റൂൾ അറിഞ്ഞാൽ മതി, ബാക്കി എല്ലാ ഒക്ടാൽ നമ്പറും ഇതേ റൂൾ വെച്ചാണ് കൺവേർട്ട് ചെയ്യുക. ഇത് പഠിക്കാൻ എളുപ്പമാണ്. നേരത്തെ ബൈനറിയുടെ കൺവേർഷന്റെ സെയിം ടെക്നിക്, ബൈനറി ടു ഡെസിമൽ ആക്കിയ സെയിം ടെക്നിക് 2⁻2 പകരം 8⁻2 എന്ന് വരും. അപ്പൊ എന്തായി മാറും നോക്കാം. നമുക്കിപ്പോ 236 എന്നാണ് സംഖ്യ. ഇവിടെ നമ്മൾ 4 ഒക്ടാൽ ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ വരെ എഴുതാനുള്ള സൗകര്യം ഇട്ടുണ്ട്. അപ്പൊ ഇവിടെ ലെഫ്റ്റ് മോസ്റ്റ്, അതായത് MSB ഭാഗം, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റിന്റെ ഭാഗം, അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒക്ടാൽ നമ്പർ അങ്ങനെ തന്നെ നിന്നോട്ടെ, കാരണം 4th പൊസിഷനിൽ നമുക്കൊന്നും എഴുതാനില്ല. പിന്നെ എഴുതാനുള്ളത് 236 ആണ്. അപ്പൊ അത് നമ്മളവിടെ 236 എന്ന് എഴുതി. കണ്ടല്ലോ? അപ്പൊ 236 എഴുതി. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഇതിൽ 6 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒക്ടാൽ നമ്പർ ആയ കാരണം ആ തന്ന നമ്പറിൽ 0 തൊട്ട് 7 വരെയുള്ള സംഖ്യകൾ ഉണ്ടാവുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല. കൺവേർട്ട് ചെയ്ത് ഡെസിമലിലാക്കുമ്പോൾ നമുക്ക് 0 തൊട്ട് 9 വരെയുള്ള എല്ലാ സിമ്പിൾസും വരും. ഒക്ടാൽ നമ്പർ സിസ്റ്റത്തിൽ 0 തൊട്ട് 7 വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 0236 എന്നുള്ളത് എഴുതി കഴിഞ്ഞിട്ട് ഇനി 6ന്റെ മുകളിൽ നേരത്തെ എഴുതിയ അതേപോലെ 0, 1, 2, 3 അങ്ങനെ എഴുതി പോവും. എന്തിനു വേണ്ടിയിട്ടാവും? 8⁻0, 8⁻1, 8⁻2, 8⁻3 എന്നാക്കാൻ വേണ്ടിയിട്ട്. കണ്ടല്ലോ? പിന്നെ അതേപോലെ തന്നെ മുമ്പ് ചെയ്ത പോലെ ഇൻറ്റു 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 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ 8⁻0 എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 ആയിട്ട്. 8⁻1 എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 ആയിട്ട്. 8⁻2 എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 ആയിട്ട്. ക്ലിയർ അല്ലേ? അപ്പോ 8⁻0 എത്രയാ? നേരത്തെ പറഞ്ഞ പോലെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. 8⁻0 എങ്ങനെ ചെയ്യും? ഈ സിമ്പൽ യൂസ് ചെയ്താൽ മതി. നേരത്തെ അതേ റൂൾ. 8⁻0 8 എന്ന് ആദ്യം ടൈപ്പ് ചെയ്യുക, ഈ റേസ് ടു സിമ്പൽ ടൈപ്പ് ചെയ്യുക, 0 ടൈപ്പ് ചെയ്യുക. ചിലരുടെ x⁻y എന്നാവും കാൽക്കുലേറ്ററിൽ. അപ്പൊ 8x⁻y ബട്ടൺ, അത് കഴിഞ്ഞിട്ട് 0. ക്ലിയർ ആണോ? അപ്പോ 8⁻0 ഇൻറ്റു 6, അതായത് 8⁻0 1 ആണ്. ക്ലിയർ അല്ലേ? 8⁻1 8 ആണ്. 8⁻2 അതത്ര 64 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ എന്തൊക്കെ തമ്മിൽ ആഡ് ചെയ്യേണ്ടി വരും? 1 × 6, 8 × 3, 64 × 2, 6, 24, 128. 6 കിട്ടിയത് എങ്ങനെയാ? 8⁻0 1 ആയിരുന്നു, 1 × 6. 24 കിട്ടിയത് എങ്ങനെയാ? 8⁻1 8 ആയിരുന്നു, 8 × 3. 128 കിട്ടിയത് എങ്ങനെയാ? 8⁻2 64 ആയിരുന്നു, 64 × നമ്മുടെ ഒക്ടൽ നമ്പറിലെ ഏറ്റവും വലിയ ഡിജിറ്റ്, അതായത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് 2, അതിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 236 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ കിട്ടും. എങ്ങനെ? ഈ 128, ഈ 24, ഈ 6, ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഈ നമ്പറിന് 236 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ. എത്ര കിട്ടും അപ്പോൾ? 158 കിട്ടും. ചുരുക്കം പറഞ്ഞാൽ 236 ഒക്ടാലിൽ എഴുതിയത് ഡെസിമലിലാക്കി കഴിയുമ്പോൾ 158 ആവും. നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ഒരു കാര്യം ചെയ്താൽ മതി, ആ ടേബിൾ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. നമ്മൾ 60 വരെ എഴുതി നിർത്തിയിട്ടുണ്ടല്ലോ, ആ ടേബിൾ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. എവിടം വരെ? ഡെസിമലിന്റെ കോളത്തിൽ 158 എത്തുന്ന വരെ. അപ്പൊ അതിന് നേരെ നിങ്ങൾക്ക് എന്ത് കിട്ടും? 236 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഏതില്? ഒക്ടാലിന്റെ കോളത്തിൽ അത് കിട്ടും, ഉറപ്പാണ് കേട്ടോ. ഈ ഒക്ടാൽ നമ്പേഴ്സിനെയൊക്കെ കൺവേർട്ട് ചെയ്യാം എന്തിലേക്ക്? ഡെസിമലിലേക്ക്. ഹോംവർക്കാണ്, ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കൺവേർഷൻ പഠിച്ചു. നേരത്തെ 2ന്റെ പവർ ഇട്ട പോലെ ഇവിടെ 8ന്റെ പവർ ഇട്ടിട്ടാണ് ഒക്ടാലിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തത്. റൂള് നമുക്ക് ജനറലൈസ് ചെയ്ത് എന്തെഴുതാം? നേരത്തെ നമ്മൾ B1, B2, B3, B4 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ബൈനറി നമ്പറിന്റെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് തൊട്ട് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് വരയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ട് B1, B2, B3, B4 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്തായി മാറും? O1, O2, O3, O4 എന്നാവും. എന്ന് വെച്ചാൽ എന്താ?
ഒക്ടൽ നമ്പറിന്റെ പാർട്ടുകൾ O1 O2 O3 O4. മുകളിലോ 8^0, 8^1, 8^2, 8^3 അങ്ങനെ പോകും ഇടത്തോട്ടേക്ക്. പ്രത്യേകം ശ്രദ്ധിക്കണം, എഴുതുമ്പോൾ പവർ എഴുതി വരുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഭാഗത്തുനിന്ന്, അതായത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഇത് ജനറലൈസ് ചെയ്ത ലോ ആണ് ഈ കാണുന്നത്, ഒക്ടാൽ ടു ഡെസിമൽ കൺവേർഷൻ. ഇതിനെ നമ്മൾ ആ ടേബിളിൽ കൊണ്ട് ഫിക്സ് ചെയ്യണം. ഏത് ടേബിളിൽ? നേരത്തെ നമ്മൾ കൺവേർഷന് വേണ്ടിയിട്ട് ജനറലൈസ് ചെയ്ത ഒരു ടേബിൾ ഉണ്ടാക്കിയല്ലോ. അപ്പൊ ഈ ലോ എവിടെയാ കൊണ്ട് എഴുതണ്ടേ? ഈ ലോ എഴുതേണ്ടത് ഫ്രം ഒക്ടാൽ ടു ഡെസിമൽ എന്ന കോളത്തിലാണ്. എന്ന് വെച്ചാൽ അവിടെ വരും, നമ്മുടെ ഫസ്റ്റ് കോളത്തിൽ തന്നെ വരും. ക്ലിയർ ആണോ? ഇപ്പൊ ഫസ്റ്റ് കോളത്തിൽ 2 സെല്ല് നിറഞ്ഞു കേട്ടോ. ഏതൊക്കെ ലോകൾ നിറഞ്ഞു? ഫ്രം ബൈനറി ടു ഡെസിമൽ നിറഞ്ഞു, അതേപോലെ ഫ്രം ഒക്ടാൽ ടു ഡെസിമലും നിറഞ്ഞു. ഇത് രണ്ടും കണ്ടാൽ ഇനി ഹെക്സാഡെസിമലിന്റെ ലോ നിങ്ങൾ ഇങ്ങോട്ട് പറയും. എന്താവും? 2^0 ബൈനറിക്ക് 8^0 ഒക്ടാലിനാണെങ്കിൽ ഹെക്സാഡെസിമലിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും ഉപയോഗിക്കുക? 16^0, 16^1 എന്ന രീതിയിലാണ്. എക്സാമ്പിൾ നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ഹെക്സാഡെസിമൽ നമ്പർ 12AF ആണ്. റൂൾ ഇപ്പൊ നിങ്ങൾക്ക് അറിയും. 12AF എന്ന് നമ്മൾ ആദ്യം അങ്ങോട്ട് എഴുതും. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഭാഗത്ത് F ആണ്. പെട്ടു. മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് പെടും. എന്താ കാരണം? F ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ ആദ്യം ഒരു ടേബിൾ എഴുതി വെച്ചില്ലേ, ഡെസിമൽ, ഒക്ടാല്, ബൈനറി ഒക്കെ കൂടിയിട്ടുള്ള ടേബിൾ, കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക്. ആ ടേബിളിലെ ആദ്യത്തെ ഒരു 15 എണ്ണം പഠിച്ചു വെക്കണം, നല്ലതാണ്. എന്നാലേ എളുപ്പമുണ്ട്. എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ എത്ര? 15. ആ 15 അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഹെക്സാഡെസിമൽ നമ്പർ കിട്ടിയാൽ കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ തുടങ്ങുന്നതിനേക്കാളും മുമ്പ് ഇതിലെ ABCDEFകളെ ഡെസിമൽ നമ്പറിന്റെ രൂപത്തിലേക്ക് മാറ്റണം. എഫിന് കറസ്പോണ്ടിങ് ഡെസിമൽ എത്ര? 15. അപ്പൊ എഫിന് പകരം എന്തെന്ന് എഴുതണം? 15. എക്ക് കറസ്പോണ്ടിങ് എത്ര? 10. അപ്പൊ എക്ക് പകരം 10 എഴുതണം. 1 ഉം 2 ഉം അതേപോലെ നിന്നോട്ടെ. ക്ലിയർ ആണോ? ഇപ്പൊ എന്തായി? 1, 2, 10, 15 എന്ന രീതിയിലേക്ക് മാറി നമ്മുടെ നമ്പർ. ഇനി മൾട്ടിപ്ലൈ അല്ലേ ചെയ്യാം. എന്ത് കിട്ടും? എന്ത് ചെയ്യണം? ആദ്യം 16^0 എത്ര? 1, അത് കണ്ടുപിടിക്കണം. 16^1 എത്ര? 16, അത് കണ്ടുപിടിക്കണം. 16^2 എത്ര? 256, അത് കണ്ടുപിടിക്കണം. 16^3 എത്ര? 4096, 4096, അത് കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. മുമ്പ് പറഞ്ഞ അതേപോലെ പവർ കാണാൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഈ സൈൻ യൂസ് ചെയ്താൽ മതി. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അടക്കം വേണമെങ്കിൽ നടത്തി പോവാം. എഫിന്റെ സ്ഥലത്ത് എന്തായിരുന്നു? 15. അപ്പൊ 15 × 16^0 ചെയ്തു പോവാം. 16^0 എന്ന് വെച്ചാൽ എത്ര? 1. അപ്പൊ 15 × 1 15 തന്നെ, പ്ലസ് പിന്നെ ആഡ് ചെയ്യാനുള്ള വേണ്ടത് ഏതാ വരിക? 10 × 16. അപ്പൊ എന്ത് കിട്ടും? 160. പിന്നെയോ 2 × 256 എന്ത് കിട്ടും? 512. പിന്നെയോ 1 × 4096. ഈ റിസൾട്ടുകളാണ് ആഡ് ചെയ്യേണ്ടത്. കണ്ടല്ലോ? അപ്പോ 4096 പ്ലസ് 5112 പ്ലസ് 160 പ്ലസ് 15 എന്ത് കിട്ടും? 4783 എന്ന് ഡെസിമലിൽ കിട്ടും. ഇപ്പൊ എയും എഫ് ഉള്ള ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെ നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്തു. കണ്ടില്ലേ? ഹെക്സാഡെസിമൽ ടു ഡെസിമൽ എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? റൂള് സെയിം ആണ്. 3 തരം കൺവേർഷന് യൂസ് ചെയ്ത റൂള് സെയിം ആണ്. എന്തായിരുന്നു റൂൾ? ഏത് നമ്പർ സിസ്റ്റത്തിൽ നിന്നാണോ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് വാല്യൂ ഇട്ടിട്ട് ടു ദ പവർ ഇട്ട് കറസ്പോണ്ടിങ് ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ റിസൾട്ടുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. മനസ്സിലായോ? 3 തരം കൺവേർഷൻ മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ കൺവേർഷന്റെ റൂൾ ജനറലൈസ് ചെയ്ത് എഴുതാം. ഹെക്സാഡെസിമൽ നമ്പറിനെ ഡെസിമലിലേക്ക് ആക്കാനുള്ള ജനറൽ റൂൾ ഇങ്ങനെയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ABCDEF വരുമ്പോൾ അത് അങ്ങനെ തന്നെ എഴുതരുത്. പകരം എക്കും ബിക്കും സിക്കും ഡിക്കും ഇക്കും എഫിനും പകരം 10, 11, 12, 13, 14, 15 എന്ന് മാറ്റിയിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്ത് തുടങ്ങാൻ. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാമെന്ന് മറക്കണ്ട കേട്ടോ. അപ്പൊ 3 സെറ്റ് ലോ കണ്ടു. ഈ 3ാമത്തെ ലോയും നമ്മൾ ആ ടേബിളിലേക്ക് ഇൻസർട്ട് ചെയ്തു. ഇപ്പൊ എന്തായി?
ഫസ്റ്റ് കോളം കഴിഞ്ഞു. ഏത്? നമ്മുടെ ഇക്വേഷൻ ടേബിളിന്റെ. എന്ന് വെച്ചാൽ എന്താ? അതിന്റെ ഹെഡിങ് എന്താ? ഡെസിമൽ എന്നാണ്. അപ്പോൾ ഫ്രം ബൈനറി ടു ഡെസിമൽ കഴിഞ്ഞു, ഫ്രം ഒക്ടാൽ ടു ഡെസിമൽ കഴിഞ്ഞു, ഫ്രം ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കഴിഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ വീഡിയോ കൊണ്ട് 3 തരം കൺവേർഷൻ കഴിഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ ഹെക്സാഡെസിമലിൽ നിന്ന് ഡെസിമലിലേക്ക് ആക്കാനുള്ള പ്രോബ്ലംസ് ആണിത്. ചെയ്യണം, നോട്ട് ബുക്കിൽ കാണണം, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് വൃത്തിയിൽ ചെയ്യണം. മാത്സ് ആണ്, നമുക്ക് ആകെ കുറച്ചേ മാത്സ് ആവശ്യമുള്ളൂ. ഇതിനു വേണ്ടിയിട്ടാണ് ആദ്യത്തെ ദിവസം ഇതൊക്കെ ചോദ്യത്തിലിട്ടത്. പവർ, എക്സ്പോണൻസ് ഒക്കെ വൃത്തിയിൽ പഠിച്ചിട്ടുണ്ടോന്ന് അറിയാൻ. ക്ലിയർ ആണോ? കൺവേർഷൻ മനസ്സിലായില്ലേ? ഹോൾ നമ്പർ പാർട്ട് മാത്രമേ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ, ഫ്രാക്ഷൻ പാർട്ട് പഠിച്ചിട്ടില്ല എന്ന് മറക്കരുത്. എക്സാമിന് കൺവേർഷൻസ് ചോദിക്കും കേട്ടോ. അപ്പോൾ തൽക്കാലം ഇന്നേക്ക് ഇത്രയും കൺവേർഷൻ മതി, ബാക്കി പിന്നെ. ബൈ.